ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നു. പൊളിറ്റിക്കൽ സൈഡ് അവിടെ നിൽക്കട്ടെ, സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. ആർക്കെന്നറിയോ? നമുക്ക് ആസ് എ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ്. ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായി 2017 ശേഷം ക്യാഷ് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു അല്ലേ, നോട്ട് നിരോധിച്ചു, GST കൊണ്ടുവന്നു, ഇൻകം ടാക്സ് വളരെ സ്ട്രിക്റ്റായി ഇല്ലേ. ഇതെല്ലാം സംഭവിച്ച എപ്പോഴാണ്? 2017 ശേഷമാണ്. അപ്പോൾ ഞാൻ പറയും ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ് പോലെയാണ് ഇന്ത്യ. 2017 മുമ്പ് ഒരു ഇന്ത്യയും നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയ, ഇൻഡിപെൻഡൻസ് കിട്ടിയ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടിയത് 2017 ശേഷമാണ്. അതാണ് സത്യം. കാര്യം ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള പെയിൻ ഉണ്ടല്ലോ 2016 ഉണ്ടായിരുന്നില്ല. അവൾ വളരെ വളരെ കൂളായിട്ട് ബിസിനസ് നടത്തും. ഞാൻ തോന്നിയ പോലെ ഇൻവെസ്റ്റ് അടിക്കും അല്ലേ, ഞാൻ തോന്നിയ പോലെ ക്യാഷിൽ ഡീൽ ചെയ്യും അല്ലേ, ഞാൻ തോന്നിയ പോലെ സ്റ്റോക്ക് മാനേജ് ചെയ്യും, ഞാൻ തോന്നിയ പോലെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും, ഞാൻ തോന്നിയ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കും, എനിക്ക് തോന്നിയ പോലെ ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കും അല്ലേ. ഇതാണ് ഇത്രയും കാലം 2016 വരെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് അല്ലേ. 2017 ശേഷം അങ്ങനെ നടക്കൂല. ഇന്ന് വളരെ സ്ട്രിക്റ്റ് ആണ് അല്ലേ. ഇന്ന് എല്ലാവർക്കും പേടിയാണ് അല്ലേ. അതുകൊണ്ട് എന്താണ് ചെയ്യുന്ന വൃത്തിയിൽ ചെയ്യണം അക്കൗണ്ട്സ് അല്ലേ. അപ്പോൾ എന്താണ്, നല്ല അക്കൗണ്ട് തന്നെ വേണം, പണി അറിയുന്ന അക്കൗണ്ടന്റ് വേണം, GST അറിയുന്ന അക്കൗണ്ടന്റ് വേണം, ഇൻകം ടാക്സ് അറിയുന്ന അക്കൗണ്ടന്റ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലേ. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞു തരുന്നത്, പഠിച്ചാൽ അത്രയും ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് ആ നോളജും സ്കില്ലും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ടോ നിങ്ങൾക്ക് സംശയമാണ് അല്ലേ, ജോലി കിട്ടുമോ എന്നുള്ളത്. ജോലിയുണ്ട്, ഇഷ്ടം പോലെ ജോലിയുണ്ട്.